വസിയത്ത് എഴുതേണ്ട രീതി എങ്ങനെ? ബിസ്മി കൊണ്ട് തുടങ്ങുക. എന്നിട്ട് ഫുലാൻ ഇബ്നു ഫുലാൻ സ്വൈൻസോ ഇന്നാൽ ഇന്നയാളുടെ മകനായ ഞാൻ നൽകുന്ന വസിയത്ത്. ആർക്ക് നൽകുന്നത്? മക്കൾക്കോ, ഭാര്യക്കോ, കുടുംബത്തിനോ, നാട്ടുകാർക്കോ, ബന്ധുമിത്രാദികൾക്കോ, കുടുംബ ബന്ധത്തിലുള്ള ആളുകൾക്കോ, അയൽവാസികൾക്കോ, തൻ്റെ സഹപ്രവർത്തകർക്കോ, ആർക്കാണെങ്കിൽ അതവിടെ രേഖപ്പെടുത്തും. ഞാനിതാ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, ഇത് ഞാൻ ഇന്ന ആളുകൾക്ക് നൽകുന്ന വസിയത്താണ്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകളെ നിങ്ങൾ അനുസരിക്കണേ എന്ന് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. ഇബ്രാഹിം നബിയും യാക്കൂബ് നബിയും ഒക്കെ മക്കളോട് പറഞ്ഞതുപോലെ ഞാനും നിങ്ങളോട് വസിയത്ത് പറയുകയാണ്. ഇന്നല്ലാഹു അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. അള്ളാഹ് നമുക്ക് ദീനായി തൃപ്തിപ്പെട്ട് തന്നത് ഇസ്ലാമാണ്. നിങ്ങൾ മുസ്ലിമായി കൊണ്ടല്ലാതെ മരിക്കരുതേ എന്നിങ്ങനെയുള്ള ആ പദങ്ങളൊക്കെ എഴുതിയതിൻ്റെ ശേഷം പിന്നെ പറയാണ് നമുക്ക് എന്താ പറയാനുള്ളതെങ്കിൽ ബാക്കിയൊക്കെ എഴുതി രേഖപ്പെടുത്തുക. എന്നെ വീട് ഇന്ന ആൾക്കുള്ളതാണ്, എൻ്റെ സമ്പാദ്യത്തിൽ നിന്ന്, ബാലൻസിൽ നിന്ന് ഇത്ര ലക്ഷം ഉറുപ്പിക അല്ലെങ്കിൽ ഇത്ര 1000 ഉറുപ്പിക എൻ്റെ ശേഷം നിങ്ങൾ ഇന്ന സ്ഥാപനത്തിലേക്ക് മാസാന്തം കൊടുത്തുകൊണ്ടിരിക്കണം. ഇന്ന എൻ്റെ പ്രോപ്പർട്ടിയുടെ എല്ലാ വാടകയും, ആ വാടകയിൽ നിന്ന് ഒരു 1/3 ഭാഗം നിങ്ങൾ ഇന്ന പള്ളിക്ക് ചെലവിൻ്റെ പരിപാലനത്തിന് കൊടുക്കണം, മദ്രസയുടെ പരിപാലനത്തിന് കൊടുക്കണം, ഒരു പാവങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കണം, തുടങ്ങി എന്തൊക്കെ നല്ല കാര്യങ്ങൾ നമുക്ക് സ്വതക്കയായിട്ട് പറയാനുണ്ടോ അതൊക്കെ എഴുതി വെക്കാം. നിർബന്ധമായി പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. വസിയത്തിലൂടെ നമുക്ക് അല്ലാഹു തആല സ്വതക്കക്കുള്ള വലിയൊരു തൗഫീഖാ തരുന്നത്. ഹദീസിൽ കാണാം, ഇന്നല്ലാഹ തസദ്ദഖ അലൈക്കും ഇൻദ വഫാത്തിക്കും ബിസുലുസി അംവാലിക്കും സിയാദത്തൻ ലക്കും ഫീ അഅമാലിക്കും. അല്ലാഹു നമുക്ക് നമ്മുടെ മരണവേളയിൽ സദഖ ചെയ്യാനുള്ള ഒരു അവസരമാണ് വസിയത്തിലൂടെ തരുന്നത്. ബിസുലുസി അംവാലിക്കും, വസിയത്ത് ചെയ്യാൻ 1/3 പാടില്ല. 1/1 മാക്സിമം എന്ത് ചെയ്യാൻ പാടുള്ളൂ? വസിയത്ത് ചെയ്യാൻ പാടുള്ളൂ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ അമലുകളിൽ വർധനവായിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്നാണ്. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ വഫാത്താകുന്ന വേളയിൽ അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ റസൂൽ രോഗം കാണാൻ വേണ്ടി ചെന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, എനിക്കൊരുപാട് സ്വത്തുണ്ട്, എനിക്കാണെങ്കിൽ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ, ആരും കാര്യമായിട്ടൊന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ സ്വത്തിൽ നിന്ന് 2/3 ഭാഗവും വസിയത്ത് ചെയ്യാൻ വിചാരിക്കുകയാണ്. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, പാടില്ല, അങ്ങനെ പാടില്ല. എന്നാൽ പകുതി ചെയ്തോട്ടെ. റസൂൽ പറഞ്ഞു, പകുതിയും വസിയത്ത് ചെയ്യരുത്. എന്നാ പിന്നെ 1/1 ആയിക്കോട്ടെ. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, അസ്സുലുസു കസീർ, അതന്നെ അധികം, അത് മതി, അവിടെ നിർത്തിക്കോ. എന്നിട്ട് പറഞ്ഞു, നിന്റെ അനന്തരാവകാശികളെ നിന്റെ കാലശേഷം അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി മാലോകരുടെ മുമ്പിൽ കൈനീട്ടുന്നവരവസ്ഥയിലാക്കി നീ അവരെ വിട്ടേക്കുന്നതിന് പകരം അവരുടെ കാലിൽ നിൽക്കുവാനുള്ള ഒരു ധന്യത നീ അവർക്ക് നൽകി നീ മരിക്കലാണ് നിനക്ക് ഉത്തമം. ഒരു വാക്കാണ് സ്വതക്ക കൊടുക്കല്ല. അവനാൻ്റെ മക്കൾ തെണ്ടുന്ന അവസ്ഥ വരാൻ പാടില്ല.